ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അറിയാം, കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ചെയ്ത വീഡിയോ ക്രിസ്ത്യൻ മൊസ്കേറയുടെ സൈനിങ്ങിനെ പറ്റിയുള്ള വീഡിയോ ആയിരുന്നു, കൺഫേംഡ് സൈനിങ്ങിനെ പറ്റിയുള്ള വീഡിയോ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ പ്രീ സീസൺ ഫ്രണ്ട്ലീസ് സ്റ്റാർട്ടായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു 2 പാർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു വീഡിയോ തന്നെ, എന്നാൽ പോലും അതിനകത്ത് ഫസ്റ്റ് കവർ ചെയ്യുന്നത് നമ്മുടെ പ്രീ സീസൺ ഫ്രണ്ട്ലീസ് ഒരു റിവ്യൂ, സെക്കൻഡ് നമ്മുടെ 2026 സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഗെയിമിനെ പറ്റിയുള്ള ഒരു പ്രിവ്യൂ. ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ പ്രീ സീസൺ ഫ്രണ്ട്ലീസിലേക്ക് കിടക്കാം. ഈ പ്രീ സീസൺ ഫ്രണ്ട്ലീസിൻ്റെ പർപ്പസ് എന്താണെന്ന് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം. എസ്പെഷ്യലി ഈ പുതുതായിട്ട് വരുന്ന പ്ലെയേഴ്സ്, അതായത് നമ്മുടെ കേസിലാണെങ്കിൽ നോണി മെഡുവക്കെ, കെപ്പ, സുബമെൻഡി, ക്രിസ്ത്യൻ നോർഗാർഡ്, മസ്കേറ, പിന്നെ നമ്മുടെ ഗ്യോക്രൈസ്. അപ്പോൾ ഈ പുതുതായിട്ട് വരുന്ന പ്ലെയേഴ്സിനെ ഒരു ആക്ച്വൽ റിയാലിറ്റി ഗെയിമിൽ കളിപ്പിക്കാനുള്ള ഒരു സ്പേസും, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന സീസണിൽ എങ്ങനെയാണ് മാനേജർ അവരുടെ വിഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു ടെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന പ്രീ സീസൺ ഫ്രണ്ട്ലീസ്. അതിപ്പം ആർസണൽ മാത്രമല്ല, എല്ലാ ടീമിനും ഇതൊക്കെ തന്നെ. ബേസിക്കലി ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില ഗെയിം നമ്മൾ തോറ്റു, ചില ഗെയിം നമ്മൾ ജയിച്ചു. അപ്പം ഈ ജയവും തോൽവിയൊന്നും ഈ പ്രീ സീസൺ ഫ്രണ്ട്ലീസിൽ അധികം വി ഷുഡ് റീഡ് ഇൻ ടു ഇറ്റ് ടു മച്ച്. ഓക്കെ, ചില സൂചനകളൊക്കെ നമുക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടും. ഓക്കെ, അപ്പം അത് ഇപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മാനേജറിനുള്ളത്. അത് പോസിറ്റീവ് ആണെങ്കിൽ അതെങ്ങനെ ആ പോസിറ്റീവിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം എന്നുള്ള ഓരോ പോയിൻറ്റേഴ്സൊക്കെ ആയിരിക്കും ഈ പ്രീ സീസൺ ഫ്രണ്ട്ലീസിൽ നിന്ന് കിട്ടുന്നത്. എന്നെ ഈ പ്രീ സീസൺ ഫ്രണ്ട്ലിയിൽ ഏറ്റവും ഇംപ്രസ് ചെയ്യിച്ച പ്ലെയർ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് സുബമെൻഡി തന്നെയാണ്. പുള്ളിയുടെ പ്രസ്സിങ് ആയാലും ശരി, ബോൾ വിന്നിങ് കേപ്പബിലിറ്റി ആയാലും ശരി, പാസിങ് ആയാലും ശരി, ക്രോസിങ് ആയാലും ശരി, അസിസ്റ്റിംഗ് ആയാലും ശരി, ബ്രില്യൻ സൈനിങ്. ഈ ഒരു സൈനിങ്ങിന് വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്യിപ്പിച്ചെങ്കിലും എനിക്ക് ആ സുബമെൻഡിയുടെ ഗെയിം കണ്ടിട്ട് ഐ വാസ് സോ ഹാപ്പി. ഐ വാസ് റിയലി ഹാപ്പി. പാർട്ടേ പോയെന്നുള്ള ആ ഒരു ഗ്യാപ്പേ നമ്മൾ ഫീൽ ചെയ്യുന്നില്ല. അത്രയ്ക്ക് വളരെ ബ്രില്യൻ്റായിട്ടാണ്, എത്രയോ 2-3 വർഷം നമ്മുടെ കൂടെ കളിക്കുന്ന പോലത്തെ അത്രയ്ക്ക് ജെല്ലായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ മാർട്ടിൻ സുബമെൻഡി. ഒരുപാട് ഇഷ്ടമായി മാർട്ടിൻ സുബമെൻഡിയുടെ ആ ഒരു സൂചന മാത്രം എന്ന് പറയുന്ന ആ ഒരു പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ത്രൂ ഔട്ട് ഈ പറയുന്ന പ്രീ സീസൺ ഫ്രണ്ട്ലിയിൽ നമുക്കത് കാണാൻ പറ്റി. ആൻഡ് ഓഫ് കോഴ്സ് ആ ഒരു അസിസ്റ്റ്, ഗ്യോക്രൈസിന് കൊടുത്ത ആ ഒരു അസിസ്റ്റ്, അത്ലറ്റിക്കുമായിട്ടുള്ള ആ ഗെയിമിൽ ഗ്യോക്രൈസിന് കൊടുത്ത അസിസ്റ്റും, അതുപോലെ തന്നെ സുബമെൻഡി ആ ഗെയിമിലാണെന്ന് തോന്നുന്നു 6 യാർഡ് ബോക്സിനകത്ത് വെച്ചിട്ട് സാക്കെ ഒരു മുന്നേറ്റം നടത്തുന്നു. ആ ബോളിങ്ങിനെ തട്ടിമറിഞ്ഞ് ബോക്സിനകത്ത് സുബമെൻഡി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ബാക്ക് ഫ്ലിപ്പ് കൈ ഹാവേർട്സിന് കൊടുക്കുമായിരുന്നു. കൈ ഹാവേർട്സ് അത് ഷൂട്ട് ചെയ്യുന്നു, ബട്ട് ഗോൾ കീപ്പർ അത് സേവ് ചെയ്യുന്നു. ആ ഒരു ഡിസിഷൻ മേക്കിങ്, ആ ഒരു ടെക്നിക്കൽ എബിലിറ്റിയും, സോ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സുബമെൻഡി മാത്രമായിരിക്കും. സോ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഈ 2026 സീസൺ. ഈ സുബമെൻഡിയുടെ പെർഫോമൻസ് ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു. വളരെ ഹാപ്പിയാണ് ഈ ഒരു സൈനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് ഗ്യോക്രൈസിനെ തന്നെയാണ്. വൈ ഗ്യോക്രൈസ് എന്ന് ഒറ്റ ഗോളെ അടിച്ചുള്ളൂ. എന്നാൽ പോലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു വലൻസിയമായിട്ടുള്ള ഗെയിമിലാണ് ഫുൾ കളിച്ചിട്ട് ഒരു ഗോൾ പോലും അടിക്കാതെ നമ്മളെ കളി തോക്കുകയും ചെയ്തു. സോ ഒരു ഗോൾ പോലും അടിക്കാൻ പറ്റാതെ പിന്നെയാണ് നെക്സ്റ്റ് ഗെയിം അത്ലറ്റിക്കുമായിട്ടുള്ള ഗെയിം. ഈ വരാൻ പോകുന്ന സീസണിൽ ഗ്യോക്രൈസിന് ഗോൾ അടിക്കാൻ പറ്റാത്ത ഗെയിംസുകൾ വരും. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ എങ്ങനെയാണ് നെക്സ്റ്റ് ഗെയിമിൽ ഗ്യോക്രൈസ് റിയാക്ട് ചെയ്യാൻ പോകുന്നതിനുള്ള ഒരു സൂചനയായിരുന്നു നമ്മൾ ഈ പ്രീ സീസണിൽ നമുക്ക് കാണാൻ പറ്റിയത്. വലൻസിയ ഗെയിമിൽ ഒരു ഗോൾ പോലും അടിക്കാൻ പറ്റാതെ, ഓഫ് കോഴ്സ് അറ്റംപ്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, എന്നാൽ പോലും ഗോൾ അടിക്കാൻ പറ്റാതെ തിരിച്ചു വരുന്നു. അത്ലറ്റിക് ഗെയിമിൽ 2 ബ്രില്യൻ അറ്റംപ്റ്റ്സ്, അതിലെ ഒരെണ്ണം കൺവേർട്ട് ചെയ്യുന്നു. ആ സെക്കൻഡ് ഗോളാവുമായിരുന്നെങ്കിൽ നോണി മെഡുവക്കയുടെ ക്രോസ്, ഫ്ലൈയിങ് ഹെഡർ, അത് സേവാണ്, പോസ്റ്റിൽ തട്ടിപ്പോകുന്ന കറക്റ്റ് ചെയ്തില്ല, കൈ ഉണ്ട്, കോണ്ടാക്ട്, ഗോൾ കീപ്പർ കോണ്ടാക്ട് ഉണ്ടെന്ന് തോന്നുന്നു. സോ ആ ഒരു റിയാക്ഷനാണ് നമ്മൾ ഗ്യോക്രൈസ് പോലുള്ള ഒരു സ്ട്രൈക്കറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതുകൊണ്ടാണ് വൈ ഗ്യോക്രൈസ് ഇംപ്രസ് മീ ദ മോസ്റ്റ് എന്ന സെക്കൻഡ് മോസ്റ്റ് എന്ന് എനിക്ക് പറയാൻ തോന്നുന്നു.
പിന്നെ ന്യൂ സൈനിങ്ങിൽ നോനി മെഡുവക്കെ എന്ന് പറയുന്ന പ്ലെയർ ലെഫ്റ്റ് വിങ്ങിൽ കളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഒരു ഫ്രഷ് ലുക്കായിരുന്നു. ഈ മാർട്ടിനെല്ലിയുടെ ഇങ്ങനെ ഒറ്റ ഒരു ഇങ്ങനെ കുതിര ഓടുന്ന പോലെ ഓട്ടമല്ലാതെ നോനി മെഡുവക്കയുടെ ആ ഒരു ഡ്രിബ്ലിങ്ങും ക്രോസും ഒക്കെ കാണാൻ ഒരു ഫ്രഷ് ലുക്കായിരുന്നു ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കളിച്ചപ്പോൾ കാണാൻ പറ്റുക. പിന്നെ വേറൊരു സാഹചര്യം നോനി മെഡുവക്കെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പുള്ളി ഇടുന്ന ഡിഫെൻസീവ് ഷിഫ്റ്റ് ഇറ്റ്സ് റിയലി ഗുഡ്. മാർട്ടിനെല്ലി ചെയ്യത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പുള്ളി ഇടുന്ന ആ ഒരു ഡിഫെൻസീവ് ഷിഫ്റ്റും വളരെ നല്ലതായിരുന്നു കാണാൻ. അത് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ ബോൾ ഇങ്ങനെ അത്ലറ്റിക് ഗെയിമുമായിട്ട് ഒരു ബോള് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ട് ഇറ്റ് വാസ് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി അത്ലറ്റിക്കിന് കിട്ടുന്നു. അത് റൈസും നോനി മെഡുവയൊക്കെ ഒന്നിച്ച് ഇങ്ങനെ പിവറ്റ് ചെയ്ത് ആ ബോൾ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സോ അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റിയ ഒരു ഡിഫെൻസീവ് വർക്കാണ്. ഓക്കെ, സോ ദിസ് ഈസ് വൈ ഐ സേ നോനി മെഡുവയൊക്കെയാണ് ഒരു തേർഡിൽ എനിക്ക് കുറച്ചുകൂടെ ഇംപ്രസീവ് പ്ലെയർ ആയിട്ട് വന്നത്. ജോയിൻറ്റ് ഫോർത്ത് നമുക്ക് വേണമെങ്കിൽ ക്രിസ്ത്യൻ നോർഗാർഡ് ഒരു ഗോൾ അടിച്ചു. പിന്നെ മസ്കേറയ്ക്ക് അത്ര വലിയ ചാൻസ് ഒന്നും കിട്ടിയില്ല, എന്നാൽ പോലും ഡീസൻറ്റ് ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കെപ്പയ്ക്ക് ഹി കുഡ് ഹാവ് ഡൺ ബെറ്റർ. വലൻസിയ ഗെയിമിൽ ഹി കുഡ് ഹാവ് ഡൺ ബെറ്റർ എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളൊരു ഒപ്പീനിയനാണ് എനിക്കുള്ളത്. അതർ ദാൻ ദാറ്റ് ഗുഡ് പ്രീ സീസൺ. ഓക്കെ, ടോട്ടനമായിട്ട് തോറ്റു. അത് ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ പ്രീ സീസൺ ഫ്രണ്ട്ലീസാണ്. ഇതിലൊന്നും അത്ര വലിയ ഷുഡ് റീഡ് ഇൻ ടു ഇറ്റ്. പിന്നെ വലൻസിയായിട്ട് നമ്മൾ തോറ്റു. ലാസ്റ്റ് നമ്മൾ അത്ലറ്റിക്കുമായിട്ടുള്ള ആ ഒരു ഗെയിമാണ് കുറച്ചുകൂടെ നമ്മളൊരു ഇൻഡിക്കേറ്ററായിട്ട് എടുക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. എഗെയിൻ ഇതൊന്നും ഇപ്പം ജയമായാലും ശരി പരാജയമായാലും ശരി ഒന്നും വലിയ കാര്യമാക്കരുത്. ഇറ്റ്സ് ജസ്റ്റ് പ്രീ സീസൺ, ഇറ്റ്സ് ജസ്റ്റ് ഫ്രണ്ട്ലീസ്, അത്രയേ ഉള്ളൂ. അല്ലാതെ നത്തിങ് ബിഗ് ടു ഇറ്റ്. എന്താണ്, മാനേജർ ഈസ് സ്റ്റിൽ ഫിഗറിങ് ഔട്ട് എങ്ങനെ എൻ്റെ പ്ലെയേഴ്സിനെ സെറ്റപ്പ് ചെയ്യാം എന്നുള്ള ഒരു സാധനം ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ഏകദേശം ഒരു ഐഡിയ ആയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും ലാസ്റ്റ് ഗെയിമിൽ നിന്ന്. ഇവിടെ എടുത്തു പറയേണ്ട വേറൊരു പ്ലെയർ മാക്സ് ഡോസണെയാണ്. എന്താ അടിപൊളി പ്ലെയറാണ്. 15-16 വയസ്സല്ലേ. ആ പ്ലെയറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഇറ്റ് വാസ് ബ്രില്യൻറ്റ്. 2 പെനാൽറ്റി വിജയിച്ചിരിക്കുന്നു. ആൻഡ് ദ വേ ഹീ ഈസ് പ്ലേയിങ് ഒരു രക്ഷയില്ല. വളരെ ഒരു മെച്ചുവേർഡ് പ്ലെയർ കളിക്കുന്ന പോലെ ആ ഒരു ഡ്രിബിളിങ് സ്കില്ലായാലും ശരി, ആ ഒരു റണ്ണായാലും ശരി, എന്തായാലും ശരി, ഹീ ഈസ് ബ്രില്യൻറ്റ്. വളരെ ടാലൻറ്റഡ്, പൊട്ടൻഷ്യൽ വളരെ പ്രോസ്പെക്റ്റ് പ്ലെയർ എന്ന് തന്നെ പറയാം. അങ്ങനെ വരട്ടെ. വളരെ യങ്ങാണ്, അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രഷർ ഇടാൻ പാടില്ല. സോ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു മാക്സ് ഡോസനെ കാണാൻ പറ്റിയതും അത്രയും ഒരു ലോങ് സ്ട്രെച്ചിൽ നമുക്ക് കാണാൻ പറ്റിയതിൽ ഐ എം റിയലി ഹാപ്പി. ഒരുപാട് നമുക്കൊക്കെ സന്തോഷം തരുന്ന ഒരു പ്രകടനമായിരുന്നു ഫ്രം മാക്സ് ഡോസൻ. മാക്സ് ഡോസൻ്റെ കാര്യം പറയുമ്പോഴാണ് സാക്കയ്ക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞ 3 സീസണിൽ ആരും ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് ഈത്തൻ മുന്നേറി കഴിഞ്ഞ സീസണിൽ വരുന്നത്. മാക്സ് ഡോസൺ ഇപ്പോഴും ഉണ്ട്. ഇപ്പം നോനി മെഡുവക്കയ്ക്ക് വേണമെങ്കിൽ ആ പൊസിഷൻ കവർ ചെയ്യാം. സോ ഒരു കൂട്ടം ആൾക്കാരാണ് ഇപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ വേണമെങ്കിൽ സാക്കയ്ക്ക് ഇപ്പോൾ ഒരു റെസ്റ്റ് ഡേ വേണമെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഫില്ലേഴ്സായിട്ട് പ്ലെയേഴ്സ് ഉള്ളത് ഇപ്പോൾ. സോ റിയലി ഹാപ്പി ഓവറോൾ ഹൗ എങ്ങനെയാണ് ആ പ്രീ സീസൺ തീർന്നത് എന്ന് നോക്കുമ്പോൾ എനിക്ക് എന്താ പറയുക തീരെ കംപ്ലൈൻ്റ് ഇല്ല. വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും അഡാപ്റ്റ് ചെയ്തു. അഗെയിൻ ഇറ്റ്സ് ജസ്റ്റ് പ്രീ സീസൺ, ഇറ്റ്സ് ജസ്റ്റ് ഫ്രണ്ട്ലീസ്, അത്രയേ ഉള്ളൂ, കൂടുതലൊന്നും പറയില്ല. ഇനി റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗെയിം മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട്, അതും എവേ ഓൾഡ് ട്രാഫോർഡിൽ വെച്ചിട്ട്, അവിടെ നമുക്ക് തീരെ എന്താ പറയുക രാശിയില്ലാത്തൊരു സ്ഥലമാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇപ്രാവശ്യം. അതിൽ ഒന്നാണ് അവർ നോക്കിയ ഗ്യോക്കറേസ് നമ്മുടെ കയ്യിലും, സെസ്കോ ഇങ്ങോട്ട് വരായിരുന്ന സെസ്കോ അവരുടെ കയ്യിലും. സോ ബേസിക്കലി ഈ ഒരു ഡാർബി ഗ്യോക്കറൈസ് വേഴ്സസ് സെസ്കോ എന്നുള്ള ആ ഒരു ബ്രില്യൻറ്റ് ഒരു മാച്ചപ്പിലേക്കാണ് അത് പോകുന്നത്. ഐ കനോട്ട് വെയിറ്റ് ഫോർ 17th. ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് ഗെയിം. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഗെയിമിൽ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കിട്ടില്ലൻ അഡീഷൻസ് ആണ് അവർ നടത്തിയത്. ഈ വിൻഡോ തുടങ്ങിയപ്പം ഒരു മൊമെൻറ്റും ഇല്ലാതെ ഇരുന്നിട്ട്
എന്നിട്ട് ചടപറാന്ന് പ്ലെയേഴ്സിനെ അങ്ങ് ബൈ ചെയ്യായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. എസ്പെഷ്യലി അതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് സെസ്കോയുടെ സൈനിങ് തന്നെയാണ്. ആ ഒരു എന്താ പറയുന്ന ആ ബിഗ് ക്ലബ് പുൾ എന്ന് നമ്മൾ പറയാറില്ലേ, അത് അവിടെ ഈസി ആയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സെസ്കോയുടെ സൈനിങ്ങിൽ കാണിക്കാൻ പറ്റി. ഓഫ് കോഴ്സ് കുന്യ നല്ലൊരു അഡീഷൻ തന്നെയാണ്. കുന്യ പ്രീ സീസണിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, ഡേഞ്ചറസ് പ്ലെയർ. ഈ 17-ാം തീയതി വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് പ്ലെയർ ആയിരിക്കും കുന്യ. നമ്മൾ നോക്കിയിരിക്കേണ്ട പ്ലെയർ തന്നെയാണ് കുന്യ. പിന്നെ എംബോമോ നല്ല എഡിഷൻ തന്നെയാണ്. ഓഫ് കോഴ്സ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ദേ ഓൾവേസ് വാണ്ടഡ് 2 സ്ട്രൈക്കർ. ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ ടാർഗറ്റ് തന്നെ 2 സ്ട്രൈക്കർ ആയിരുന്നു. ഒന്ന് ആലോചിച്ച് ഗ്യോക്കറൈസും സെസ്കോയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകുന്നത്. ഓഹ്, അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഇപ്പോൾ ഉള്ളത് എംബോമയും സെസ്കോയും ആണ്. സോ ഗ്യോക്കറൈസ് നമ്മുടെ സൈഡിലാണ്. നമ്മളും മോശമല്ല, നമ്മളും അത്യാവശ്യം എന്നല്ല, നമുക്ക് വേണ്ടിയ എല്ലാ സൈനിങ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. എക്സെപ്റ്റ് ലെഫ്റ്റ് വിങ്ങിൽ നമുക്ക് ഒരു റോഡ്രിഗോയോ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡിൽ ഒരു എസയോ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാനും ശരിക്കും പറ്റും. സോ അങ്ങനത്തെ ആ ഒരു പ്ലെയറിൻ്റെ ഒരു മിസ്സിങ് ഉണ്ട്. എന്നാൽ പോലും ഈ പറയുന്ന ഓൾഡ് ട്രാഫോർഡിൽ വെച്ച് 17-ാം തീയതി നടക്കാൻ പോകുന്ന കളിയിൽ ജയിക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും അർട്ടറ്റയുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് ഈ സീസൺ അർട്ടറ്റയ്ക്ക് യാതൊരു എക്സ്ക്യൂസും പാടില്ല. കാര്യം ശരിയാണ്, ഓഡഗാർഡ് ഇപ്പോഴും പ്രീ സീസണിൽ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഫോമിലേക്ക് വന്നിട്ടില്ല. പഴയ ഒരു 3 വർഷം മുമ്പുള്ള ആ ഒരു ഫോമിലേക്ക് വന്നിട്ടില്ല. ആ ഒരു ക്രിയേറ്റീവ് പാസിങ്ങും അവിടെ ഒരു ക്രിയേറ്റിവിറ്റി ഭയങ്കരമായിട്ട് മിസ്സിങ്ങാണ്. പക്ഷേ അവിടെ എനിക്കൊരു കുറച്ച് ആശ്വാസം തരുന്ന സുബമെൻഡിയുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയും സുബമെൻഡിയുടെ ആ ഒരു ബോൾ പ്രസ്സിങ്ങും സുബമെൻഡിയുടെ ആ ഒരു ബോൾ വിന്നിങ്ങും ആ ഒരു ഇത്രയും കേപ്പബിലിറ്റീസാണ് അവിടെ എനിക്കൊരു ആശ്വാസം തരുന്നത്. പിന്നെ ലെഫ്റ്റ് വിങ്ങിൽ എനിക്ക് തോന്നുന്നു മാർട്ടിനെല്ലി തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നോനി മഡുവക്കേനെ കയറ്റാൻ സാധ്യതയില്ല. റൈറ്റ് വിങ്ങിൽ ആസ് ഓൾവേസ് സാക്കി ആയിരിക്കും. ഡൗൺ ദ ലൈൻ ഓഫ് കോഴ്സ് ഗ്യോക്കറൈസ് വിൽ ബി ദർ. പിന്നെ റൈസ്, ഓഡഗാർഡ്, സുബമെൻഡി, ഇങ്ങനെയായിരിക്കും സെറ്റപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഡിഫൻസിൻ്റെ കാര്യം പറയാനൊന്നുമില്ല. ഗ്യാബ്രിയൽ, സലീബ, ടിംബർ, ഓക്കെ, മൈൽസ് ലൂയിസ് കെലി, ഇങ്ങനെയായിരിക്കും. അപ്പുറത്തെ സൈഡും മോശമൊന്നുമല്ല. ഇപ്പോൾ കുന്യ വന്നിട്ടുണ്ട്, എംബോമ വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ ക്യാപ്റ്റൻ, ദ ആക്ച്വൽ ക്യാപ്റ്റൻ ബ്രൂണോ ഫെർണാണ്ടസ്, എ ഡേഞ്ചറസ് പ്ലെയർ. നമ്മുടെ ഈ ഗെയിമിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ആ സോളിഡ് ഡിഫൻസാണ്, നമ്മുടെ ആ ഒരു ഷേപ്പാണ്. പക്ഷേ പ്രീ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കൗണ്ടർ അറ്റാക്കിംഗ് കേപ്പബിലിറ്റി ഇറ്റ് വാസ് റിയലി ഫൺ ടു വാച്ച് ആസ് ആൻ ഔട്ട്സൈഡർ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഒരു മാച്ചിലേക്ക് കിടക്കുമ്പം ഇച്ചിരി പേടിയോട് തന്നെ നോക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഹൈലൈൻ പിടിക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ ഹൈലൈൻ പിടിക്കാറില്ല, എന്നാലും ഞാൻ പറയുകയാണ്, നമ്മുടെ ആ ഒരു ഡിഫൻസീവ് സ്ട്രക്ചർ സോളിഡായിട്ട് വെക്കേണ്ടത് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഈ ഒരു ഗെയിമിലേക്ക് കടക്കുമ്പോൾ. ഞാൻ ആസ് എൻ ആർസണൽ ഫാൻ മാത്രമല്ല, എനിക്കൊരു ന്യൂട്രൽ ഫാൻ ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യവും നമ്മുടെ മിസ്സിങ് പീസ് ഒരു സ്ട്രൈക്കറായിരുന്നു. നമുക്ക് സ്ട്രൈക്കർ കിട്ടി, ഓക്കെ. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി അഡീഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ദിവസം ഓൺ 17th of August നമ്മൾ ആ ഒരു ദിവസം ഇഫ് വി ഗോ ദെയർ നല്ലൊരു മെൻറ്റാലിറ്റി ആയിട്ട്, നല്ലൊരു ആറ്റിറ്റ്യൂഡുമായിട്ട്, ഇഫ് വി ഗോ ദെയർ വിത്ത് ദ റൈറ്റ് മെൻറ്റാലിറ്റി, റൈറ്റ് ആറ്റിറ്റ്യൂഡ്, ഓക്കെ, നോ വൺ ക്യാൻ സ്റ്റോപ്പ് അസ്. ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത് 2-1 ആർസണലാണ്. അതിൽ ഒരു ഗോൾ ഗ്യോക്കറൈസിൻ്റെ ചെയ്തു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി പ്രീമിയർ ലീഗ് സീസൺ തുടങ്ങാൻ പോവാണ്. ഇനി വീഡിയോസിൻ്റെ ഫ്രീക്വൻസി കൂടിക്കൊണ്ടിരിക്കും. എന്നെ കഴിഞ്ഞ 6 മാസം നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ നിങ്ങൾ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.